HDFCയുടെ ATMൽ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ATM കാർഡിൻ്റെ പിൻ അഥവാ ആ പിൻ നമ്പർ എങ്ങനെ ചേഞ്ച് ചെയ്യാം, പുതിയൊരു പിന്ന് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ATM കാർഡിൻ്റെ ആ പിൻ അഥവാ പിൻ നമ്പർ, ഈ പിൻ നമ്പർ എന്ന് പറയുന്നത് തെറ്റാണ് കേട്ടോ. ശരിക്കും പിൻ എന്നാണ് പറയേണ്ടത്. ഞാൻ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പിൻ നമ്പർ എന്ന് തന്നെ ആവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ATM കാർഡിൻ്റെ ആ പിൻ നമ്പർ അത് മറ്റാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ATM കാർഡ് എടുത്തുകൊണ്ടുപോയി ആ പിൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് അവർ ക്യാഷ് വിഡ്രോ ചെയ്താലോ എന്നൊരു പേടി നമുക്ക് ഉണ്ടായേക്കാം. ഇനി അല്ല, നമുക്ക് എപ്പോഴും ഓർത്തു വയ്ക്കാൻ പറ്റുന്ന പുതിയൊരു പിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിലും നമുക്ക് നിലവിലുള്ള പിന്ന് ഓർമ്മയിലുണ്ടെങ്കിൽ ഈ വീഡിയോയിലുള്ള പോലെ നമുക്ക് പുതിയൊരു പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. HDFCയുടെ ATMനെയും CDMനെയും സംബന്ധിച്ച എല്ലാ വീഡിയോകളും തന്നെ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ പ്ലേലിസ്റ്റിന്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതേപോലെ ഇവിടെ കാണുന്ന ഐ ബട്ടണിലും അതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇവയിൽ പ്രസ് ചെയ്തുകൊണ്ട് വളരെ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലൊക്കെ ATM കാർഡിന്റെ പിന്ന് മാറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാനായിട്ട് നമുക്ക് നേരെ HDFCയുടെ ATMലേക്ക് പോകാം. ഞാനിപ്പോൾ HDFCയുടെ ATMന്റെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ HDFCയുടെ ATM കാർഡ് ആദ്യം മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്യണം. അതിനായി മെഷീനിന്റെ ഈ ഭാഗത്തുള്ള കാർഡ് റീഡറിലൂടെ നമ്മുടെ ATM കാർഡ് ഈ രീതിയിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇൻസർട്ട് ചെയ്യുക. എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ കാർഡ് മെഷീനിൽ ലോക്കായി. അങ്ങനെ കാർഡ് ഇൻസർട്ട് ചെയ്തതും തന്നെ ഇവിടെ സ്ക്രീനിൽ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിലുള്ള ഓപ്ഷനുകളിൽ ഏറ്റവും മുകളിൽ ദാ ഇവിടെ ഇംഗ്ലീഷ് എന്ന് കാണുന്നുണ്ടല്ലോ, അതിൽ പ്രസ് ചെയ്യണം. അപ്പം ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പം അത് സെലക്ട് ചെയ്തതും സ്ക്രീനിൽ വന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ സ്ക്രീനിൻ്റെ വലതുഭാഗത്തായിട്ടുള്ള 4 ഓപ്ഷനുകളിൽ മുകളിൽ നിന്ന് താഴേക്ക് മൂന്നാമതായിട്ടുള്ള പിൻ ചേഞ്ച് ബാർ സെറ്റ് പിൻ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ലേ, അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പം സ്ക്രീനിൽ വീണ്ടും 3 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും മുകളിലത്തെ, അതായത് ആദ്യത്തെ ഓപ്ഷനായ ചേഞ്ച് യുവർ എക്സിസ്റ്റിംഗ് പിൻ എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പം അടുത്തതായിട്ട് ഞാനിപ്പോൾ ഈ ATMൽ ഇൻസർട്ട് ചെയ്തിരിക്കുന്ന HDFCയുടെ ATM കാർഡ് ഉണ്ടല്ലോ, അതിന് ഞാൻ നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആ 4 അക്ക പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പിന്ന് നമുക്ക് ഓർമ്മയിലുണ്ടെങ്കിൽ മാത്രമേ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് അതിന് പകരം മറ്റൊരു പുതിയ പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം എൻ്റെ ATM കാർഡിൻ്റെ നിലവിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ 4 അക്ക പിന്ന് ഇതിന്റെ കീപാഡിൽ ഞാൻ ക്രമം തെറ്റാതെ ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതും തന്നെ ഇപ്പൊ സ്ക്രീനിൽ എൻ്റർ യുവർ ന്യൂ 4 ഡിജിറ്റ് ATM പിൻ എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് നിലവിലുള്ള പിന്ന് ഒഴിവാക്കിയിട്ട് അതിന് പകരമായിട്ട് ഞാൻ ഇനി മുതൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ പിൻ ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ പുതിയൊരു 4 അക്ക പിന്ന് ഞാൻ ഇവിടെ കീപാഡിൽ ടൈപ്പ് ചെയ്യുന്നു. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതും തന്നെ അടുത്തതായിട്ട് റീ എൻ്റർ യുവർ ന്യൂ 4 ഡിജിറ്റ് ATM പിൻ എന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നു. അതായത് ഇപ്പൊ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ പുതിയ പിൻ ഉണ്ടല്ലോ, അത് തന്നെ വീണ്ടും ക്രമം തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. കാരണം അത് നമുക്ക് തന്നെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ പുതിയ പിന്ന് തന്നെ വീണ്ടും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. ഇപ്പൊ ആ പുതിയ പിൻ ആക്ടിവേഷൻ ആകാനുള്ള പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ സ്ക്രീനിൽ യു ഹാവ് സക്സസ്ഫുള്ളി ചേഞ്ച്ഡ് യുവർ ATM പിൻ എന്ന് കാണിച്ചിരിക്കുന്നു. അങ്ങനെ പഴയ പിന്നിന് പകരം ഇപ്പൊ പുതിയൊരു പിൻ ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. സ്ക്രീനിൽ ഇപ്പോൾ ATM കാർഡ് പുറത്തേക്ക് എടുക്കാനും കൂടി കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ATM കാർഡ് പുറത്തേക്ക് എടുക്കുന്നു. ഇനി മുതൽ ഈ ഒരു ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഏതൊരു ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ഇപ്പം ക്രിയേറ്റ് ആയ ആ പുതിയ പിന്നാണ് ഞാൻ ആ ട്രാൻസാക്ഷൻ നടക്കുന്നതിനായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.